പാലക്കാട് കൊല്ലങ്കോട് ICDSൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ അഴിമതി മറച്ചുവെക്കാൻ നീക്കം. ഏജൻസികൾക്ക് സാധനങ്ങൾ മടക്കി നൽകി പണം സർക്കാരിലേക്ക് തിരിച്ചടപ്പിക്കാനാണ് ശ്രമം. സാധനങ്ങൾ ഓർഡർ ചെയ്ത സമയത്തെ കൊല്ലങ്കോട് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ഗീത MGയുടെ ശബ്ദ സന്ദേശം മീഡിയ വൺ പുറത്തുവിട്ടു. നൽകിയ ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുതെന്നും വിതരണം ചെയ്ത സ്ഥാപനങ്ങൾ അവ തിരിച്ചെടുത്ത് പണം സർക്കാരിലേക്ക് അടയ്ക്കണമെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ICDSലെ അഴിമതി സംബന്ധിച്ച മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് തട്ടിപ്പ് മറയ്ക്കാൻ തിരക്കിട്ട ശ്രമങ്ങൾ തുടങ്ങിയത്. കൂടിയ വിലയിലുള്ള സാധനങ്ങൾക്ക് പണം നൽകി കുറഞ്ഞ തുകയുടെ സാധനങ്ങൾ വിതരണം ചെയ്തു. ഓർഡർ ചെയ്ത സാധനങ്ങൾക്ക് പകരം മറ്റുപകരണങ്ങൾ അങ്കണവാടികളിൽ എത്തിച്ചു. ജം പോർട്ടൽ തട്ടിപ്പിന് ഉപയോഗിച്ചു തുടങ്ങി കൊല്ലങ്കോട് ICDSലെ അഴിമതിയുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ സഹിതമുള്ള വാർത്തകളാണ് മീഡിയ വൺ പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് തട്ടിപ്പ് പുറത്തുവരാതിരിക്കാൻ തകൃതിയായ ശ്രമം നടക്കുന്നത്. സാധനങ്ങൾ വാങ്ങിയ സ്ഥാപനങ്ങൾ തന്നെ അവ തിരിച്ചെടുക്കുമെന്നും പണം തിരികെ സർക്കാരിലേക്ക് നൽകുമെന്നും കൊല്ലങ്കോട് CDPO ആയിരുന്ന ഗീത MG ഉദ്യോഗസ്ഥർക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. സൂപ്പർവൈസർമാരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ഈ സാക്ഷ്യത്തിലെ സാധനങ്ങൾ മേടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കുറെ കള്ളക്കഥകൾ പ്രചരിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ സാധനങ്ങൾ തന്ന സ്ഥാപനങ്ങളുമായിട്ട്, കാരണം അവര് ജം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ്, ആ സ്ഥാപനങ്ങൾക്ക് അത്രമാത്രം വിശ്വാസ്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജം പോർട്ടലിൽ രജിസ്ട്രേഷൻ കിട്ടുന്നത് തന്നെ. ഈ സ്ഥാപനങ്ങളെയും കൂടെ അപമാനിക്കുന്ന രീതിയിലാണ് ഇതിലൊക്കെ വാർത്ത വരുന്നത്. അപ്പൊ ഞാൻ ഈ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവര് ഈ സാധനങ്ങൾ തിരിച്ചെടുക്കാൻ വില്ലിങ് ആണ്. അവർക്ക് നമ്മൾ കൊടുത്ത പൈസ തിരിച്ച് സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാനും അവർ വില്ലിങ് ആണ്. അപ്പം നമ്മുടെ അംഗൻവാടി വർക്കേഴ്സിനോട് വാട്ടർ പ്യൂരിഫയർ ഒക്കെ നമ്മൾ ഇനി ഒരു അറിയിപ്പ് തരുന്നത് വരെ ആരും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. TV-യും ആരും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. പരമാവധി സാധനങ്ങൾ നമ്മൾ തിരിച്ചെടുത്ത് പൈസ സർക്കാരിലേക്ക് അടയ്ക്കാൻ സാധിക്കുമോ എന്നാണ് നോക്കുന്നത്. നിലവിൽ വയനാട് ജില്ലാ ICDS പ്രോജക്ട് ഓഫീസറായ ഗീത കൊല്ലങ്കോട് CDPO ആയിരിക്കെയാണ് സാധനങ്ങൾ വാങ്ങിയത്. നിലവിൽ പാലക്കാട്ടെ ഉദ്യോഗസ്ഥർക്ക് വയനാടിന്റെ ചുമതലയുള്ള ഓഫീസർ നിർദ്ദേശം നൽകിയതും അസ്വാഭാവിക നടപടിയാണ്. തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവരാതിരിക്കാൻ നിയമവിരുദ്ധമായ രീതിയിലാണ് ഇടപെടൽ. ജം പോർട്ടൽ വഴി സാധനങ്ങൾ വാങ്ങി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ 10 ദിവസത്തിനകം മാറ്റി വാങ്ങണം. തട്ടിപ്പ് വാർത്ത പുറത്തുവന്നതോടെ ഇത് മറച്ചുവെക്കാൻ 7 മാസം മുൻപ് വാങ്ങിയ സാധനങ്ങൾ വേഗത്തിൽ മാറ്റാനാണ് ശ്രമം. സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്.